നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, EWS സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, എന്ത് തരം സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി, നമ്മൾ CGL എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന മിസ്റ്റേക്കുകൾ ആരും വരുത്താതിരിക്കുക. ഇല്ല എന്നാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, CGL എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും ഒരു ഡോക്യുമെന്റും ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനം വരുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറും മാത്രമാണ്. അതല്ലാതെ വേറെ ഒരു സാധനവും നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതോ യാതൊരു ആവശ്യവും നിങ്ങൾക്ക് കാര്യമായിട്ട് വരുന്നില്ല. സോ ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഇനി നോൺ ക്രിമിലിയറിനും EWS സർട്ടിഫിക്കറ്റിനും അതുപോലെ SC SC സർട്ടിഫിക്കറ്റിനൊക്കെ ഓരോ ഫോർമാറ്റുകളും അതുപോലെ തന്നെ ഓരോന്നിനും ചില ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസ് നിർബന്ധമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം. ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിൽ ആദ്യമേ നമ്മുടെ നോട്ടിഫിക്കേഷന് ഒപ്പം തന്നൊരു സംഭവമുണ്ട്, ഫോർമാറ്റ്. അതായത് ആ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും SC SC സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് SSC പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മളുടെ അക്ഷയ സെന്ററിൽ നിന്ന് കിട്ടുന്ന ഏത് സർട്ടിഫിക്കറ്റും SSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഫോർമാറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ്റെ ആ പേജ് പോയി പ്രിന്റ് എടുത്ത് അതിനി ജില്ലാ കളക്ടറെ കൊണ്ടൊക്കെ ഒപ്പിടിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ അക്ഷയ സെന്ററിലെ ചേച്ചിമാരെ ഡൗൺലോഡ് ചെയ്ത് തരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫോർമാറ്റിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സോ ഫോർമാറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ആ സാധനം ഒന്ന് പ്രിന്റ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ കേസിൽ ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് പറയുകയാണ് എനിക്കൊരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അവർ ചോദിക്കും ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ പർപ്പസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, എനിക്കൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും. അത് വാലിഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള നോൺ ക്രിമിലിയർ തരേണ്ടത് തഹസിൽദാരാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലെ റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. സോ തഹസിൽദാർ പ്രൊവൈഡ് ചെയ്യേണ്ട നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. സോ എടുത്തു പറയുക എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ തഹസിൽദാരുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ ഈ 1 വർഷം വാലിഡിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന തീയതി, അതായത് 22/6/2026 മുന്നേ എടുത്തിട്ടുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ കഴിഞ്ഞ 2025 ജൂലൈയിൽ എടുത്ത ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. കാരണം 22/6/2026 മുന്നേ എടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന് 1 ഇയർ വരെയാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2025 ജൂലൈ മുതൽ എടുത്ത സർട്ടിഫിക്കറ്റുകളെല്ലാം എന്താണ്, വാലിഡ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ അതിനുശേഷം എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. അതല്ല അതിന് മുന്നേ എടുത്തിട്ടുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, അതല്ല നിലവിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തെടുക്കണം. അതല്ലാത്തവരാരും പുതുതായിട്ടൊന്നും അപ്ലൈ ചെയ്തെടുക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഇനി ഇതേ സാധനം നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ് ആണ്. EWS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്, അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഫോർമാറ്റിൽ തന്നെയുള്ള സാധനം ഡയറക്റ്റ്ലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വേണ്ട കാര്യത്തിൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ ആണ്. നമുക്ക് EWS സർട്ടിഫിക്കറ്റിന് ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ 2026-27 ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഇൻകം എന്ന് പറയുന്നത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ബേസ് ചെയ്തിട്ടുള്ള ഇൻകം ആയിരിക്കണം. 2025-26 ഫിനാൻഷ്യൽ ഇയർ ബേസ് ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ ജൂൺ 22 മുന്നേ എടുത്തിട്ടുള്ള ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുന്നേ 2025-26-27 ഫിനാൻഷ്യൽ ഇയറിൽ കൊള്ള ഈ 25-26 ഇൻകം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അതല്ല എന്നാണെങ്കിൽ എന്താണ്, പുതുതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കണം. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഈ ഇൻകം ബേസ് ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി SC SC സർട്ടിഫിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, നമ്മുടെ അക്ഷയയിൽ നിന്ന് കിട്ടുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഓക്കെ,
ജീവിതാവസാനം വരെ വാലിഡിറ്റി ഉള്ള ഒരു സാധനമാണ് SCST സർട്ടിഫിക്കറ്റ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ചെറുപ്പത്തിലേക്ക് ഒരു SCST സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് എന്നാണെങ്കിൽ അത് മതി, അത് വാലിഡ് ആണ്. അത് ആകെ കൂടി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി പുതുതായിട്ട് എടുക്കുന്നവരാണെങ്കിൽ 22-ാം തീയതിക്ക് മുന്നേ, ജൂൺ 22-ാം തീയതിയിലേക്ക് മുന്നേ തന്നെ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക, ഇതുവരെ എടുക്കാത്തവർ. അതല്ല പണ്ട് എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്. വേറെ ഒരു സാധനവും നിങ്ങൾക്ക് ആവശ്യമില്ല. SCST സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റി ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ EWS സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെയും ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ജൂൺ 22-ാം തീയതിയിലേക്ക് മുന്നേ ആയിരിക്കണം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തിരിക്കേണ്ടത്. അതിനുശേഷം എടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും വാലിഡ് ആവില്ല. അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അടുത്തൊക്കെ പോയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അവരുടെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഒരു NOC വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഈ ഒരു ഡേറ്റിന് മുന്നേ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ റിജക്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം എടുത്തൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് അങ്ങ് കടക്കാൻ പറ്റും. അപ്പോൾ മറ്റ് എക്സാമുകളെ പോലെയല്ല, മറ്റ് എക്സാമുകളൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യേണ്ടി വരും. SSCയുടെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം പിടിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്, ആ വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആ സ്റ്റേജ് ആകുമ്പോഴേക്കും ആ ഡേറ്റിന് മുന്നേ ഞാൻ പോയി ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്താൽ പോരെ. അങ്ങനെയല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റിന് മുന്നേ ആയിട്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസർവേഷനിൽ പെട്ട ആളാണ് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. അവരെ നിങ്ങളത് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ സുഖമായിട്ട് പാസ്സാവാം. ഇനി ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മുന്നിൽ ആകെ ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 6 മാസത്തിനുള്ള ഒരു 3 മാസം കൊണ്ട് നമുക്ക് ടയർ 1 ക്രാക്ക് ചെയ്യണം, അടുത്ത 3 മാസത്തിനുള്ളിൽ ടയർ 2 ക്രാക്ക് ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും റിവിഷൻ പ്ലാനും ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീര ബാച്ച്. അപ്പോൾ ഈ വീര ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വീര ബാച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 3 മന്ത്സിനുള്ളിൽ നമുക്ക് ഈ ടയർ 1 ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ തന്നെ GKയിലെ പ്രയോറിറ്റി ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടയർ 1 ക്രാക്ക് ചെയ്തെടുക്കുക. സ്വാഭാവികമായിട്ടും ടയർ 1-ലും ടയർ 2-ലും വരുന്ന കോമൺ സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ടയർ 2-ന് വേണ്ടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, പക്ഷേ ടയർ 1 നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രാക്ക് ആയി പൊക്കോളും. കാരണം നിങ്ങൾക്ക് ആ കോമൺ സബ്ജക്റ്റുകൾ മാത്രമേ ആദ്യത്തെ 3 മാസത്തിൽ ക്ലാസ് ആയിട്ടും നോട്ടായിട്ടും ഒക്കെ തരികയുള്ളൂ. GKയിൽ തന്നെ പ്രയോറിറ്റി ടോപ്പിക്സ് ഇടും. അതായത് ഒരു ടയർ 1 എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് അതിൻ്റെ ക്ലാസ്സസ് മാത്രമേ നിങ്ങൾക്ക് ടയർ 1 ആദ്യത്തെ 3 മാസം കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ടയർ 1-ന്റെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ടയർ 2-ന്റെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, മറ്റ് അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ക്ലാസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ നമ്മുടെ ബാച്ച് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് മാക്സിമം പ്രഷർ കുറച്ച് എന്നാൽ 100% ഡെഡിക്കേഷൻ റിസൾട്ടോടും കൂടി ഒരു റിസൾട്ട് ഉണ്ടാകുന്ന രീതിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ശ്രദ്ധിച്ചിരിക്കുക ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കരുത് ടയർ 1 ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് ടയർ 1 ക്രാക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ടയർ 2-ന്റെ സമയത്ത് ഈ ഒരു ക്ലാസ് കിട്ടുക എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കിത് വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ടയർ 1 ക്രാക്ക് ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം കാണാം. നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. ഈ ക്ലാസ്സസ് എല്ലാം മുഴുവനും കണ്ടു തീർക്കാനുള്ളൊരു സമയമൊക്കെ ഉണ്ട്. സോ ഒരു എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഈ ഒരു എക്സാമിനേഷന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു 6 മാസം പക്കയായിട്ട് മെനക്കെടുക. നമ്മൾ പാസ് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കരുത്. ഇപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ക്രാഷ് ബാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ കിട്ടാതെ പോകുന്നു. ഒരിക്കലും ഇല്ലടാ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റും കിട്ടും. ഇനി ക്രാഷ് ബാച്ചിൻ്റെ തീർന്നതിന് ശേഷവും എന്തെങ്കിലും സബ്ജക്റ്റുകളുടെ ക്ലാസ്സസ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ആഡ് ആയി വരും. അതായത് ഒരു നോർമൽ CGL കോഴ്സ് എടുക്കുന്ന സകല സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആദ്യമേ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാ, നമുക്ക് ടയർ 1 ക്രാക്ക് ചെയ്യണം, അതുപോലെ ടയർ 2 ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ട സകല സാധനങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതല്ലാതെ ഇതൊന്നും പഠിപ്പിക്കാതിരിക്കില്ല. നമ്മൾ സിലബസ് ഒക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്യും, പക്ഷേ അതേ ഓർഡറിലായിരിക്കില്ല കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ PPTയും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തോ. അവിടെ കറണ്ട് അഫെയറിൻ്റെയും അതുപോലെ പ്രീവിയസ് ഇയർ PYQസിൻ്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ CGLുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോടാ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നാണെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, 8281223366. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. ഓക്കെ, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.